نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمره ويفعلون ما يؤمرون صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം തൃപ്തിയോടുകൂടി പാലിക്കണമെന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഓരോരുത്തർക്കും രക്ഷയും സമാധാനവും വിജയവും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ മുത്തഖികളുടെ, വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫമൻ സുഖ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നത്, ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയം വരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുക, അള്ളാഹുവിന്റെ പ്രീതിയും സ്വർഗവും നേടിയെടുക്കുക എന്നതാണ് ആത്യന്തികമായി നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം തന്നെ മാത്രം നരകശിക്ഷയിൽ നിന്ന് മുക്തനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നതിൽ മാത്രം പരിമിതമല്ല,
മറിച്ച് തന്റെ കീഴിലുള്ള തന്നോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളെയും അംഗങ്ങളെയും സ്വർഗത്തിലെത്തിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം കൂടി നമ്മളിൽ ഓരോരുത്തരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തീയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെയാകട്ടെ മനുഷ്യരും കല്ലുകളുമാണ് വിറകുകൾ. വൽ മലായികത്തു ഇലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അല്ലാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കാത്ത, കൽപ്പിച്ചതൊക്കെയും പ്രവർത്തിക്കുന്ന ബലിഷ്ഠരായ മലക്കുകളാകുന്നു ആ നരകത്തിന്റെ കാവൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉത്ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും തടി തപ്പുക, സ്വർഗത്തിൽ എത്തിപ്പെടുക എന്നതല്ല നമ്മുടെ ഉത്തരവാദിത്തം. നമ്മോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങൾ ഓരോരുത്തരും ഇടയന്മാരാണ്. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും, അതിന് ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഫൽ അമീറുൽ ലദി അലന്നാസി റാഇൻ അലൈഹിം വഹുവ മസ്ഊലുൻ അൻഹും, ഒരു നാട്ടിലെ ഭരണാധികാരി അല്ലെങ്കിൽ ഒരു കൂട്ടരുടെ നേതാവ്, അവർ തന്റെ കീഴിലുള്ള ജനങ്ങളെ സംബന്ധിച്ച്, പ്രജകളെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുള്ളവനാണ്. എന്താണ് അവരുടെ കാര്യം, എങ്ങനെയാണ് അവരോട് പെരുമാറിയത്, അവരോടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചുവോ എന്നതിനെ സംബന്ധിച്ച് വഹുവ മസ്ഊലുൻ അൻഹും, അള്ളാഹുവിന്റെ മുമ്പിൽ ആ ഭരണാധികാരി, നേതാവ് ഉത്തരം ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി, അതേപോലെ തന്നെ ഒരു പുരുഷൻ തന്റെ വീട്ടുകാരെ സംബന്ധിച്ചും ഇടയനാണ്. വഹുവ മസ്ഊലുൻ അൻഹും, അതിനെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. വൽ മർഅത്തു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ വ വലദിഹി, അതേപോലെ തന്നെ ഒരു സ്ത്രീ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ തന്റെ മക്കളുടെ കാര്യം, അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവനാണ്. വഹിയ മസ്ഊലത്തുൻ അൻഹും, അവരെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അവളോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, മറിച്ച് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ നമ്മൾ എന്തു ചെയ്തു എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും എന്നർത്ഥം. അഹ്ല്, കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വീട്ടിലൊരു ഭർത്താവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പുരുഷൻ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരിക്കും, മക്കൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ പേരക്കുട്ടികളും ഉണ്ടായിരിക്കും. ഇവരാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബത്തെ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷിച്ച് അള്ളാഹുവിന്റെ പ്രിയത്തിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തീയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കുക എന്ന ആയത്ത് ഓതിക്കൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമു അഹ്ലീകും ഖൈറ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് നരകത്തീയിൽ നിന്ന് ഒരാൾക്ക് രക്ഷിക്കാൻ സാധിക്കുക? അയാൾക്ക് അത്യാവശ്യമായ അറിവുകളെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ദീനീ ബോധവും അതേപോലെ തന്നെ സദാചാര ബോധവും ഉണ്ടാക്കി കൊടുക്കണം. ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ വിധികൾ പാലിക്കുവാനും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം, പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനാവശ്യമായ ഉപദേശങ്ങളും ശിക്ഷണങ്ങളും അവർക്ക് നൽകിയിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ അവരെ പ്രാപ്തമാക്കണം. ഇതൊക്കെയാണ് കുടുംബത്തിൽ നിന്ന് കുടുംബത്തെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴി. അതൊക്കെ മാറ്റിവെച്ചിട്ട് എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും ഒക്കെ അവരുടെ പാട്ടിന് വിട്ടേക്കും, അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ, അവർക്ക് ആവശ്യമായ ഒരു ഉപദേശവും ഒരു നിർദ്ദേശവും ഞാൻ നൽകേണ്ടതില്ല
എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരാൾ സ്വന്തം നിലക്ക് വലിയ ആബിദും സൽക്കർമ്മിയും ഭയഭക്തനും മുത്തക്കിയും ഒക്കെ ആയതുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ കുടുംബത്തെ സംസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുണ്ട് എങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഉത്തമമായ മാതൃകാ വ്യക്തിയായി ഞാൻ മാറുക എന്നുള്ളതാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ നല്ല ഒരു ഭർത്താവായിരിക്കുക, ഞാൻ നല്ല ഒരു ഭാര്യയായിരിക്കുക, ഞാൻ നല്ലൊരു ഉപ്പയാവുക, ഞാൻ നല്ലൊരു ഉമ്മയാവുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അനുകരിക്കാവുന്ന ഒരു റോൾ മോഡലായി, ഒരു മാതൃകയായി മാറുക എന്നുള്ളതാണ്. ആളുകൾക്ക് പിന്തുടരാവുന്ന ആകർഷകമായ വ്യക്തിത്വമാവുക. നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ വ്യക്തിത്വത്തിലൂടെ, നമ്മുടെ ദൈനംദിനമുള്ള നമ്മുടെ ജീവിത ചിട്ടകളിലൂടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ കുട്ടികൾക്കും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനും എൻ്റെ കുട്ടികൾക്കും ഒരു മതിപ്പ് തോന്നാവുന്ന വിധത്തിലുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളായി തീരുക എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കളായി തീരുന്നത്? നമ്മളിലൂടെയാണ് അവർ ജനിച്ചത് എന്നത് ജീവശാസ്ത്രപരമായ ഒരു കാരണം മാത്രമാണ്. അത് മറ്റു ജന്തുജാലങ്ങൾക്കും അങ്ങനെയാണ്. അതിനപ്പുറത്തൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപ്പയാണ്, നമ്മൾ ഉമ്മയാണ്, മാതാവാണ്, പിതാവാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഈ കുട്ടികൾക്ക് ആവശ്യമായ രീതിയിലുള്ള ശിക്ഷണങ്ങൾ നൽകി അവരുടെ മുന്നിൽ ഒരു മാതൃകയായി നിലകൊള്ളുമ്പോഴാണ്. നമ്മൾ എങ്ങനെയാണ് നല്ലൊരു ഭാര്യയും ഭർത്താവുമാകുന്നത്? ഏതോ ഒരു ദിവസം ഒരു 2 മിനിറ്റ് കുറെ ആളുകളെ സാക്ഷിയാക്കി, അല്ലെങ്കിൽ മിനിമം 2 ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് ഒരാൾ നിക്കാഹ് ചെയ്തു തന്നു എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നല്ല ഭാര്യയും നല്ല ഭർത്താവുമായി തീരുന്നത്, നല്ല കുടുംബജീവിതം നയിക്കുന്ന ആളായി തീരുന്നത് നമ്മൾ അതിന്റെ ചിട്ടകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാറുക്കും ലിനിസാഇഹിം എന്ന് പഠിപ്പിക്കാനുള്ള കാരണം. നിങ്ങൾ നല്ല മനുഷ്യരാണ്, നമ്മൾ നല്ല മനുഷ്യരാണ് എന്ന് വിലയിരുത്തേണ്ടത്, അതിന് മാർക്കിടേണ്ടത് നാട്ടുകാരല്ല, മറിച്ച് വീട്ടുകാരാണ് എന്നാണ്, വീട്ടിലെ സ്ത്രീകളാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നാട്ടുകാർ നമ്മൾ നല്ലവരാണ് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഒന്ന് ചിരിച്ചു കളിച്ച് പിന്നെ സംസാരിക്കണം, അതേപോലെ തന്നെ വല്ല സംഭാവനയും കൊടുക്കണം, നിസ്കരിക്കുമ്പോഴും എനിക്ക് പള്ളിയിലൊക്കെ വരണം, അങ്ങനെ അത്യാവശ്യം ഒരു നിലവാരത്തിൽ ഇങ്ങനെ നടന്നാൽ ആളുകൾ നല്ല മനുഷ്യനാണ് എന്ന് പറയും. പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ല മനുഷ്യനാണ് എങ്കിൽ, ഉത്തമനാണ് എങ്കിൽ, ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളോട് നിങ്ങൾ നന്നായി പെരുമാറുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പുറം ലോകത്ത് എങ്ങനെ മാന്യമായി നടക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ വീടിനകത്ത് എത്ര മാന്യമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൈറിന്റെ മാതൃകയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പെണ്ണുങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവൾ അത്യാവശ്യം തരക്കേടില്ല എന്ന് പറയേണ്ടത് ഭർത്താവാണ്, അവളുടെ കൂട്ടുകാരികളല്ല. ഭർത്താവിന് പറയാൻ സാധിക്കണം, എന്റെ ഭാര്യ നല്ല ഉത്തമയായ മാതൃകയായ ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ പെണ്ണാണ്, എന്റെ കൂടെ ജീവിക്കാൻ പറ്റിയവളാണ് എന്ന് സംതൃപ്തിയോടുകൂടി പറയുവാൻ സാധിക്കുമ്പോഴാണ് ഒരാൾ നല്ല ഒരു ഭാര്യയായി തീരുന്നത്. അതേപോലെ തന്നെയാണ് മക്കളുടെ കാര്യം എന്ന് പറയുന്നത്. മക്കളെ നമ്മൾ വളർത്തേണ്ടത് ബോധപൂർവം വളർത്തിയിരിക്കണം. എന്തായാലും മക്കൾ വളരും, അവർ സ്വാഭാവികമായ ഒരു വളർച്ച അവർക്കുണ്ടായിരിക്കും. അത് ബോധപൂർവമായിട്ടാണ് നമ്മൾ വളർത്തുന്നത് എങ്കിൽ അതിന്റെ ഗുണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ആ ബോധം നമുക്ക് നേരത്തെ ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഏറ്റവും നല്ലതുമായിരിക്കും എന്നുള്ളത്. കാരണം വൈകുന്നതിനനുസരിച്ച്, കുട്ടികൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് അങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. ഒരു നിശ്ചിതപ്രായം വരെ മാത്രമേ അവരിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ടായിരിക്കുകയുള്ളൂ, അവരുടെ മനസ്സിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുദ്ധി വെക്കുകയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതിനു മുമ്പേ ഏതാണ് നേരായ വഴി, ഏതാണ് ശരിയായ വഴി, ഏതെല്ലാം വഴികളിലേക്കാണ് പോകാൻ പാടില്ലാത്തത് എന്നതിനെ സംബന്ധിച്ച് അവരെ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ കുട്ടി നല്ലവരാണ് എന്ന് വിചാരിക്കാത്ത ഏതെങ്കിലും രക്ഷിതാവുണ്ടോ?
എല്ലാവരുടെയും വിചാരം എന്റെ കുട്ടികൾ നല്ലവരാണ് എന്നാണ്. അങ്ങനെ എല്ലാവരും വിചാരിച്ചു കൊണ്ടിരിക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അനുദിനം എന്നാണ് നമ്മൾ വാർത്തകളിൽ വായിക്കുന്നത്. 10-15 വയസ്സായ കുട്ടികൾ, 20 താഴെ പ്രായമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 25 താഴെ പ്രായമുള്ള ആളുകൾ, അവരൊക്കെ നമ്മളെ അത്ഭുതപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ രക്തമുറക്കുന്ന സ്വഭാവത്തിലുള്ള പൈശാചികതകൾക്കൊക്കെ അതിൻ്റെയൊക്കെ കൂടെ നടക്കുന്നതും അതിന് നേതൃത്വം നൽകുന്നവരുമായൊക്കെ കാണുമ്പോഴും അവരുടെ രക്ഷിതാക്കൾ വിചാരിക്കും നമ്മളുടെ കുട്ടികളൊക്കെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് വളരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്, ആസൂത്രണം ചെയ്തിരിക്കണം. അല്ലാത്ത ഏതും ഉറപ്പായിട്ടും കുളമാവും, അതിലൊരു സംശയവുമില്ല. അങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടി ഇന്ന് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, അടുത്ത വർഷം എന്ത് ചെയ്യണം, എങ്ങനെ വളരണം എന്നതിനെ സംബന്ധിച്ച് അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുകയുള്ളൂ. ഒരു 10 വയസ്സ് വരെ 15 വയസ്സ് വരെയൊക്കെയാണ് നമുക്ക് കുട്ടികളെ നിയന്ത്രിക്കാനും നിർണയിക്കുവാനും സാധിക്കുക. അപ്പൊ അതിനനുസരിച്ച് ആകണമെന്നുണ്ട് എങ്കിൽ കുട്ടികളുടെ വിശ്വാസത്തിൽ, അതേപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവത്തിൽ മാതാപിതാക്കളുടെ ജീവിത രീതിയും അവർ നൽകുന്ന മാതൃകയും വളരെ നിർണായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണ് പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ കേൾക്കുക എന്നുള്ളത്. അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്, വിശേഷിച്ചും കുട്ടികളുടെ. നമ്മൾ അവരോട് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, നമ്മളിൽ നിന്ന് അവർ എന്ത് കണ്ടു, എന്തനുഭവിച്ചു എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ പതിയുകയും അതേ വഴിയെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹദീസ് എന്ന് നമ്മൾ സാധാരണ പറയല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. എന്താണ് ഈ ഹദീസുകൾ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സുബഹി നമസ്കരിച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് വന്ന് ഒരു കന്തൂറൊക്കെ ഇട്ട് തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരു കസേര ഇട്ടിട്ട് ഹദീസ് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലോ. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളെയും കണ്ടുമുട്ടുമ്പോൾ അവിടേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നബി പറയും. അതിന് വിരുദ്ധമായ ഒരു സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പിന്നീട് ഉണ്ടാവുകയില്ല. ചില കാര്യങ്ങൾ നബി ഹദീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന് നിർവചന പ്രകാരം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ചെയ്തതും മൗനാനുവാദം നൽകിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് പ്രായോഗിക മാതൃകയായിരുന്നു. അതും കൂടി ഉൾപ്പെടുന്നതാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വീടിനകത്ത് മാതാപിതാക്കൾ പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുകയും അതേപോലെ തന്നെ സത്യസന്ധതയും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുമായി ജീവിക്കുകയും ഒക്കെ ചെയ്താൽ അത് കണ്ട് വളരുന്ന മക്കളും അതേപോലെ ആയിരിക്കും വളരുക എന്നുള്ളതാണ്. അവരെ പ്രത്യേകിച്ച് ഉപദേശിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത്, എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നതിനപ്പുറത്ത് നല്ല ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ, നമ്മുടെ കുടുംബം നല്ലതായി തീരുവാൻ നമ്മൾ എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കുട്ടികൾ കേട്ടിട്ടല്ല പഠിക്കുക, കണ്ടിട്ടാണ് പഠിക്കുക എന്നുള്ളത്. കുട്ടികൾ അനുകരിക്കാനാണ് ശ്രമിക്കുക. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയും. നമ്മളും അങ്ങനെ തന്നെയാണ് ചെറുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ പഠിച്ചത്. ഒരു പരിധിവരെ മുതിർന്നാലും ഈ ഒരു രീതി നമ്മൾ നിലനിൽക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ 100 മടങ്ങ് അധികം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്, എങ്ങനെയാണ് ആളുകളോട് നമ്മൾ ഇടപഴകുന്നത്, നമ്മൾ വെല്ലുവിളികളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നതൊക്കെ കുട്ടികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും നമ്മൾ അറിയാതെ തന്നെ അതിങ്ങനെ കുട്ടികൾ കൂടെ നടന്നിട്ട് പഠിക്കല്ല, സ്വാഭാവികമായി പഠിച്ചെടുക്കുന്നതാണ്. നമ്മുടെ ഓരോ വിഷയത്തോടുമുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും എന്നതൊക്കെ അവർ കണ്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് അത് അവരുടെ സ്വഭാവം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കുട്ടികളുമായി ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രഥമമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത്, മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് അവന്റെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന കോശങ്ങളുണ്ട്. എന്താണ് അവയുടെ പ്രത്യേകത? ഞാൻ നിങ്ങളോട് ചിരിച്ചു, സ്വാഭാവികമായും നിങ്ങൾ എന്നോടും ചിരിക്കും. ഇതിനാണ് മിറർ ന്യൂറോൺസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങളോട് ചിരിക്കുന്നത്, ഇങ്ങോട്ട് ചിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പുണ്യമാണ് എന്ന് കരുതിയിട്ട് മാത്രമല്ല. ചെറിയ കുട്ടികൾക്ക് അതിനെ സംബന്ധിച്ച് അറിയുകയില്ലല്ലോ. പക്ഷെ കുട്ടികളോട് നമ്മൾ അങ്ങോട്ട് ചിരിച്ചിട്ടുണ്ട് എങ്കിൽ അവരിങ്ങോട്ടും ചിരിക്കും. ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്.
അപ്പൊ നമ്മൾ വീടിനകത്ത് ദേഷ്യപ്പെടുന്നുണ്ട് എങ്കിൽ, നമ്മൾ അലറുന്നുണ്ട് എങ്കിൽ, സ്വാഭാവികമായും അതും അവരുടെ മസ്തിഷ്കത്തിൽ ഫീഡ് ചെയ്യപ്പെടുകയും കുട്ടികളുടെ തലച്ചോറും സ്വാഭാവികമായും ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യയോട് പെരുമാറുന്നത്, എന്താണ് അവരോടുള്ള സംസാര രീതി, സമീപനത്തിന്റെ രീതി, അങ്ങനെയായിരിക്കും നിങ്ങളുടെ ആൺകുട്ടികൾ പിന്നീട് പെൺകുട്ടികളോട് പെരുമാറുക. നിങ്ങൾ ആക്രോശിച്ച് സംസാരിക്കുന്നവരാണെങ്കിൽ അവരും ആക്രോശിച്ച് സംസാരിക്കുന്നവരായി തീരും. അപ്പൊ ഇതും നമ്മൾ വീട്ടിൽ പെരുമാറുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കുട്ടികൾ പെട്ടെന്ന് കണ്ടെത്തും എന്നുള്ളതാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ കുഴപ്പങ്ങൾ, നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണ് എന്ന് പേരക്കുട്ടികളോട് ചോദിച്ചു നോക്കിയാൽ മതി, മണിമണിയായി അവരിങ്ങനെ പറഞ്ഞു തരും എന്നുള്ളത്. വാക്കും പ്രവൃത്തിയും, മുതിർന്ന ആളുകൾ നിങ്ങളോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ വെച്ചിട്ട് മിണ്ടാതിരിക്കും. അതല്ല എങ്കിൽ അദ്ദേഹം അതിനേക്കാൾ ഉയർന്നൊരു വ്യക്തിത്വമായതുകൊണ്ട് അതിനെ ആ നിലക്ക് തള്ളും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം വരുമ്പോൾ കുട്ടികൾ എപ്പോഴും വിശ്വസിക്കുക പ്രവൃത്തിയെ ആയിരിക്കും, വാക്കിനെ ആയിരിക്കയില്ല. എന്ന് പറഞ്ഞാൽ നുണ പറയരുത് എന്ന് നിങ്ങൾ കുട്ടിയെ പഠിപ്പിക്കുന്നു. അതേസമയം ഉപ്പാക്ക് വന്ന ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുക, അപ്പുറത്തുള്ള ആളോട് എന്തോ ഒരു നുണ പറയുന്നതായിട്ട് ഈ കുട്ടി മനസ്സിലാക്കുന്നു. ഇതിനെയാണ്, ഈ രണ്ടാമത് പറഞ്ഞതിനെയാണ് കുട്ടി ഉൾക്കൊള്ളുക എന്നർത്ഥം. ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് എന്ന് നിങ്ങൾ കുട്ടിയെ ഉപദേശിക്കുന്നു. നിങ്ങളുടെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ കുരച്ചു ചാടുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുക? ഈ ഉപ്പയിലുള്ള അല്ലെങ്കിൽ ഉമ്മയിലുള്ള വിശ്വാസം ഈ കുട്ടിക്ക് നഷ്ടപ്പെടുന്നു. ഈ ചങ്ങായി പറയുന്നതല്ല ചെയ്യുന്നത് എന്ന ഒരു തീരുമാനത്തിൽ, കൺക്ലൂഷനിലേക്ക് ഈ കുട്ടി എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ വീട്ടിൽ അവരെ ഉപദേശിക്കുമ്പോഴും വീട്ടിൽ നമ്മൾ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഇതിവരെ സ്വാധീനിക്കുന്നുണ്ട്, ഇവരെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാകുന്നു എന്നത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നാലാമത്തെ ഒരു കാര്യം, നമ്മുടെ വാക്കുകളെക്കാൾ കൂടുതലായി മനുഷ്യരെ സ്വാധീനിക്കുക നമ്മുടെ ഭാവങ്ങളായിരിക്കും, നമ്മുടെ പ്രവർത്തനങ്ങളായിരിക്കും. ആശയവിനിമയത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾക്ക് മനസ്സിലാവുക നമ്മുടെ ശരീരഭാഷയും നമ്മുടെ മുഖഭാവവും പ്രവർത്തികളും ഒക്കെയായിരിക്കും. അപ്പൊ ഞാൻ ഇന്നെ നന്നായി സ്നേഹിക്കുന്നു എന്ന് കുട്ടികളോട് ഇങ്ങനെ നമ്മൾ പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല. കുട്ടികൾക്ക് എന്ത് വേണം? പാപ്പയും ഉമ്മയും കുറെ സമയം അവരുടെ കൂടെ വേണം, അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ കുട്ടിക്ക് ഉപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നുക. മറ്റൊരു വാചകം മാത്രമാണ്, ഉപ്പ എന്നെ സ്നേഹിക്കുന്നു, ഇന്ത്യ എന്റെ രാജ്യമാണ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കുക, അവരോടൊപ്പം കളിക്കുക, അവർക്ക് ആവശ്യമായ രീതിയിൽ സമയം ചെലവഴിക്കുക. അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് എന്നെ സ്നേഹിക്കുന്ന, എന്റെ കൂടെയുള്ള ഒരാളാണ് എന്ന് കുട്ടിക്ക് തോന്നുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം കുട്ടികളുടെ ശീലങ്ങളുടെ രൂപീകരണമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയണം. ഇത് കുട്ടി മദ്രസന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇത് കേൾക്കുന്നില്ല എങ്കിൽ കുട്ടിക്ക് ഒരിക്കലും തന്നെ അത് ശീലമുണ്ടാവുകയില്ല. അപ്പൊ നമ്മൾ കുട്ടികൾ കേൾക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ കുറെ കാലം കേൾക്കുമ്പോൾ ഇവനും സ്വാഭാവികമായിട്ട് ഇതെങ്ങനെ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന കാര്യങ്ങൾ വുദൂവിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ, വീട്ടിലാണ് നമ്മൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നമസ്കരിക്കുന്നത് എങ്കിൽ കൃത്യമായി ജമാഅത്തായിട്ട് പെൺകുട്ടികളെയും കൂട്ടി ഒരു സ്ത്രീ നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ ജമാഅത്തല്ലാത്തൊരു നിസ്കാരത്തെ സംബന്ധിച്ച് ആ കുട്ടികൾക്ക് അറിവുണ്ടായിരിക്കില്ല. അത്രമേൽ അവർ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ള ആളുകളായിരിക്കും. ബാങ്ക് കൊടുത്തു ഇനി നമുക്ക് നമസ്കരിച്ചിട്ടാവാം എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ വീട്ടിലുണ്ട് എങ്കിൽ അത്രയും കണിശക്കാരായി, നമസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശക്കാരായി ആ വീട്ടിലെ പെൺകുട്ടികൾ വളരും എന്നുള്ളതാണ്. നിസ്കാരത്തിന് ശേഷം ചെല്ലാനുള്ളതൊക്കെ ചെല്ലണം ഒക്കെ നമുക്കറിയാം. പക്ഷെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സലാം വീട്ടിയിട്ടാണ് എഴുന്നേറ്റ് പോവുകയാണ് എങ്കിൽ കുട്ടികൾക്കും ഇതൊക്കെ അറിയും, അവരും അങ്ങനെ എണീറ്റ് പോയിക്കൊണ്ടിരിക്കും. ദുആയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമസ്കാരത്തിന്റെ പ്രാധാന്യം, നമസ്കാരത്തിന് ശേഷമുള്ള ദുആയുടെ പ്രാധാന്യം, ഇതൊക്കെ നമ്മൾ അറിയാൻ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ക്രമേണ കുട്ടികളും അവിടെ ഇരുന്ന്
പ്രാർത്ഥിക്കാൻ തുടങ്ങും. പിന്നെ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ അവരെ ബാക്കി പഠിപ്പിച്ചാൽ മതിയായിരിക്കും. ഇതെല്ലാം ചേർന്നിട്ടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്, നല്ലവരായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ അവരെ യഹൂദന്മാരും നസാറാക്കളും മജൂസികളും ഒക്കെ മാറ്റി തീർക്കുന്നത് അവരുടെ മാതാപിതാക്കൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരായിട്ടാണ്, നല്ല കുട്ടികളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അവരെ കേടുവരുത്തുന്നത് രക്ഷിതാക്കളാകുന്നു, മാതാപിതാക്കളാകുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ദഅവതനി ഉമ്മി യൗമൻ വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദുൻ ഫീ ബൈതിനാ. എൻ്റെ ഉമ്മ ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ടായിരുന്നു. ഹാ തആല ഉതീക്. അപ്പോൾ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ എനിക്കൊരു സാധനം തരാം. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അദ അറദ്ത അൻ തുഅതീഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാനോട് ചോദിച്ചു, അവൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കാനാണ് വിചാരിക്കുന്നത്? ഖാലത്ത് ഉതീഹി തംറ. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, ഞാൻ അവനൊരു കാരക്ക കൊടുക്കും. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ഇന്നകി ലൗ ലം തുഅതി ശൈഅൻ കുതിബ്തു അലൈക കദിബ. നീ എങ്ങാനും ആ കാരക്ക കൊടുക്കുന്നില്ല എങ്കിൽ നിന്റെ പേര് നീ ഒരു കളവ് പറഞ്ഞതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രേഖപ്പെടുത്തുക എന്ന്. അപ്പൊ കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി, പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി പോലും മാതാപിതാക്കൾ ചെറിയ കളവുകൾ പോലും അവരോട് പറയാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. മാ നഹലൽ വാലിദു വലദൻ മിൻ നഹ്ലിൽ അഫ്ദൽ മിൻ അദബി ഹസൻ. ഒരു ഉപ്പാക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് നല്ല സ്വഭാവം, നല്ല അദബ് പഠിപ്പിക്കലാണ്, നല്ല അദബാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് നബിയുടെ അടുത്ത് എത്തിപ്പെടുന്നത്? അവരുടെ മാതാവ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വിചാരിക്കുകയാണ്, എന്റെ കുട്ടി നല്ല വ്യക്തിത്വമായി വളരണം, അതിനെന്ത് ചെയ്യണം? അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങോട്ട് വിട്ടു. അങ്ങനെയാണ് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനും പരിചാരകനും ഒക്കെ ആയി മാറുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇജ്അലു ഫി മിൻ സ്വലാത്തിക്കും ഫി ബുയൂത്തിക്കും വലാ തത്തഖിദുഹാ ഖുബൂറ. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്, ഖബർസ്ഥാനുകളാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വെച്ച് രാത്രി ധാരാളമായി നമസ്കരിക്കുന്നത് ഞാൻ കാണും. എന്നിട്ട് അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തും. ഇത് ചെറുപ്പകാലം മുതലേ അദ്ദേഹത്തിന് ശീലമായതുകൊണ്ട് അദ്ദേഹം അത് ശീലിച്ച് ഇങ്ങനെ പോന്നു എന്നുള്ളതാണ്. അപ്പൊ വീട്ടിൽ എന്തൊക്കെയാണോ നടക്കുന്നത് അതാണ് കുട്ടികൾ പകർത്തുക എന്ന്. ചില കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ബാങ്ക് കൊടുക്കും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പ്രത്യേകം കൊടുക്കും, സ്വന്തമായിട്ട് കൊടുക്കുമ്പോൾ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ആ വീട്ടിൽ സുബഹിന് മുമ്പ് ആ വീട് ഉണരുന്നുണ്ട് എന്നാണ്. അപ്പോഴാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് ഈ കുട്ടി കേട്ട് പഠിക്കാം. അപ്പൊ കുട്ടികൾ കളിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചില കുട്ടികൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് ഓരോ വകയായിട്ട് ഏത് സമയത്ത് പകലൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വീട്ടിൽ എന്താണോ നടക്കുന്നത് അതാണ് കുട്ടികൾ പഠിക്കുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മൾ മികച്ച ഒരു മാതാപിതാവ് ആകണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല മാതൃകാ വ്യക്തിത്വങ്ങളായി തീരണം എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, ആ നന്മകൾ ചെയ്യുന്നതൊക്കെ ഈ കുട്ടികൾ അറിയുകയും വേണം. ഇപ്പൊ എല്ലാ നാട്ടിലുമുള്ള ഒരു വർത്തമാനം ഞാൻ പറഞ്ഞുതരാം. മൂപ്പരൊക്കെ നന്നായിട്ട് കൊടുത്തിരുന്നു, മൂപ്പര മക്കൾ അത്ര കൊടുക്കൂല. നാട്ടിലൊരു മുതലാളി ഉണ്ടാവും, അപ്പൊ നമുക്ക് എന്തെങ്കിലും ആ വള്ളി നമുക്കൊന്ന് പുനരുദ്ധരിക്കണം, ഒരു 10 ലക്ഷം റുപ്യ ആവശ്യമാണ്. നാട്ടുകാരെല്ലാവരും കൂടി പിരിച്ചിട്ട് 6 ലക്ഷം എത്തി. ബാക്കി 4 ലക്ഷം മൂപ്പരോട് നിങ്ങൾ പണി തുടങ്ങിയുള്ളൂ, അത് ഞാൻ തരണ്ട് എന്ന് പറഞ്ഞു. അയാൾ കൊടുത്തിട്ടുണ്ടാവും. അയാൾ നല്ല ധർമ്മീഷന് ഒരുപാട് കാര്യങ്ങൾക്ക് മൂപ്പര് കൊടുത്തിട്ടുണ്ടായിരിക്കും. മൂപ്പരുടെ കാലം കഴിഞ്ഞു, മൂപ്പര് മരിച്ചുപോയി, അല്ലെങ്കിൽ മൂപ്പരുടെ കാര്യങ്ങളൊക്കെ അവസാനിച്ച് മക്കൾ കൈമാറി. മക്കൾ അത്ര തന്നെ കൊടുക്കുന്ന ആളുകളായിരിക്കില്ല. ഇത് ഞാനൊരു പൊതു ഉദാഹരണം വെച്ചാൽ ഇവിടെ ബാധകമായിരിക്കും, ഏത് നാട്ടിലും ബാധകമായിരിക്കും. എന്താ കാരണം? ഇദ്ദേഹം 4, 5, 10 ഒക്കെ കൊടുത്തിരുന്ന് മക്കൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അദ്ദേഹം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പാക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പൊ ഇങ്ങനെ കൊടുത്തിരുന്നതാണ് എന്നും ഒരു വിവരം ഒരിടത്തുണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഇതാ ഇത്ര ഞാൻ അങ്ങനെ വിഷയത്തിൽ കൊടുക്കുന്നുണ്ട് എന്ന് മക്കൾ അറിയിക്കുകയാണ് എങ്കിൽ
അതേ പാത പിന്തുടരുവാൻ അവർക്കും സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ വീട്ടിൽ പെരുമാറുന്ന സന്ദർഭത്തിൽ നമ്മളിപ്പോ മക്കളോടൊക്കെ എല്ലാവരും സ്നേഹമുള്ള ആളുകളായിരിക്കില്ല, ആരും സ്നേഹമില്ലാത്ത ആളുകളായിരിക്കില്ല. നമ്മൾക്ക് മക്കളോടുള്ള സ്നേഹമുണ്ട് എങ്കിൽ മക്കൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സാന്നിധ്യമാണ് പ്രധാനം എന്ന് പറയുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നതിനെയാണ് അവർ സ്നേഹമായിട്ട് മനസ്സിലാക്കുന്നത്, അവരെ പരിഗണിക്കുക. അതുകൊണ്ടാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ അലാ ഇൽമാനിൻ ഫസല്ലമ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ അടുത്ത് കൂടെ കടന്നു പോകുമ്പോൾ അവരോട് സലാം ചൊല്ലും. അപ്പൊ അവർ സലാം അടക്കും. അങ്ങനെ കുട്ടികളെ അവർ പരിഗണിച്ചിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പേരക്കുട്ടി മുതുകത്ത് കയറിയിരുന്നു. നബി അവൻ ഇറങ്ങുന്നത് വരെ സുജൂദ് ദീർഘിപ്പിച്ചു എന്നാണ്. കുട്ടികളെ പരിഗണിച്ചതാണ്. നിസ്കാരാണല്ലോ, സുജൂദാണല്ലോ. നമ്മളാണെങ്കിലോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുകിൽ കുട്ടികളെ അങ്ങോട്ട് വിട്ടതിന് കുട്ടിന്റെ അമ്മാനെ ചീത്ത പറയും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കുട്ടികളെ ചീത്ത പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം നമ്മുടെ വീട്ടിലെ ആന കളിക്കല്ലോ, മുട്ടൊക്കെ കുത്തിയിട്ട് കയ്യും കുത്തിയിട്ട് അദ്ദേഹം അങ്ങനെ നടക്കുന്നുണ്ട്. പുറത്ത് പേരക്കുട്ടികളും കുട്ടികളും ഒക്കെ ആയിട്ട് ഒമ്പിച്ച കളിയിലാണ്. അപ്പൊ ഖലീഫയാണല്ലോ, വലിയൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഒരുപാട് പണികൾ ഉണ്ടാവും. അങ്ങനെ ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോ ഇതാണ് മൂപ്പര് കാണുന്നത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളെ പോലെ ആയിരിക്കണം, അങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്. അവിടെ പിന്നെ ഖലീഫയാണോ, മാഷാണോ, പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ, MLA ആണോ എന്നൊന്നുമില്ല. അവിടെ കുട്ടികളെ പോലെ പെരുമാറിയിരിക്കണം. അതേസമയം അവരുടെ ഭാഗത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ കുട്ടികളി കളിക്കരുത്. അപ്പൊ പിന്നെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുന്ന ഒരു ആണായിട്ട് എഴുന്നേറ്റ് നിൽക്കാനും സാധിക്കണം എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ജീവിത രീതി വീടിനകത്ത് പുലർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കും നമുക്ക് ആ കുട്ടികൾക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അതേപോലെ തന്നെ ആവശ്യങ്ങൾ നിവർത്തിക്കുക, ഇതിനൊക്കെ ആളുകൾ സ്നേഹമായിട്ട്, കുട്ടികൾ സ്നേഹമായിട്ട് വിലയിരുത്തും എന്നുള്ളത് വെറുതെ പറയണം. പലത് കാശുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിത്തന്നു. പലത് കാശുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല കോഴ്സിന് ചേർത്തു. ഇത്രേ അതിനെക്കുറിച്ച് മനഃശാസ്ത്രപരമായ ആളുകൾ മനസ്സിലാവുകയുള്ളൂ. അതേ സമയത്ത് നിസ്സഹായാവസ്ഥയിൽ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കുക. അപ്പോഴാണ് കുട്ടിക്ക് ഉപ്പ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള സുരക്ഷിതത്വം, ഒരു ആത്മബലം അവർക്ക് ഫീൽ ചെയ്യുക. അപ്പൊ ഉപ്പാന്റെ കൂടെ അവരുണ്ടായിരിക്കും. ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കെ പന്തണ്ട് പോയിട്ട് വീടിന്റെ ഗ്ലാസ്സിനാണ് തട്ടി, ഗ്ലാസ്സിന് പൊട്ടി. ആ നിമിഷം മുതൽ ആ കുട്ടി വിറങ്ങലിച്ച് നിൽക്കായിരിക്കും, എന്താ ഇനി ചെയ്യുക എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? സാരില്ല, കാരണം കുട്ടി ഒരിക്കലും ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടി അടിച്ചതല്ല. അങ്ങനെ അപൂർവം കുട്ടികളെ ഉണ്ടായിരിക്കുള്ളൂ. അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഉമ്മമാര് കുട്ടികളെ അടിച്ചിട്ടുണ്ടായിരിക്കും. എപ്പോഴാണ് നമ്മൾ അടിക്കാറുള്ളത്? ഉമ്മാക്ക് ദേഷ്യം വരുന്ന സമയത്ത്. ശരിക്കും എപ്പോഴാണ് അടിക്കേണ്ടത്? കുട്ടി അടി അർഹിക്കുന്ന സന്ദർഭത്തിൽ, അപ്പോഴേ അടിക്കാവൂ എന്ന് പറഞ്ഞാൽ അടിക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ മിക്കവാറും ഉമ്മാക്ക് ദേഷ്യം വരുമ്പോഴാണ് അടിക്കുക. ഉമ്മാക്ക് ദേഷ്യം വന്നത് അടിച്ചിട്ട് ഒരു ഫലവും ആ കുട്ടിയിൽ ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കയറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കും, കുട്ടികൾ ഞെട്ടും. എന്തിനാണ് ഒച്ച ഉണ്ടാക്കിയത്? കുട്ടിക്ക് സോഫി കയറി മൂത്രമൊഴിച്ച് വിചാരിക്കാം. അപ്പൊ ഉമ്മാന്റെ ഭാഗത്തുനിന്ന് ഒരു ഒച്ച ഉണ്ടാവും. ആ ഒച്ച എന്തിനാണ് എന്ന് കുട്ടി മനസ്സിലാക്കില്ല. കാരണം കുട്ടി സോഫ വൃത്തിയാക്കണമെന്ന് വൃത്തികേടാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ലല്ലോ മൂത്രം ഒഴിക്കുന്നത്. അതൊരിക്കലും തന്നെ ആ കുട്ടിക്ക് മനസ്സിലാവുകയില്ല എന്നുള്ളതാണ്. അതേസമയം നിസ്സഹായാവസ്ഥയിൽ മോനെ പൊട്ടിയതല്ലേ, ഗ്ലാസ് ശരിയാക്കാൻ നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാ സന്ദർഭത്തിനും കൂടി. മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഒരു വലിയ മോന് വീടുണ്ടാക്കണം, ഉണ്ടാക്കി തുടങ്ങുന്നു. അപ്പൊ തറ ഞാൻ ഇട്ടുതരാം, പൈസ എവിടെയെങ്കിലും ഒപ്പിക്കുന്നതായിരിക്കും ഒരു ശരാശരിക്കാരനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ തറ ഇന്റെ വക ആയിക്കോട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അവിടെ അവന് കിട്ടുന്ന, അല്ലെങ്കിൽ വീടുമായി മുന്നോട്ട് പോയി ബാക്കി നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ടാവും. അതാണ് കുട്ടിക്ക്, മക്കൾക്ക് യഥാർത്ഥത്തിൽ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നൽകേണ്ടത്.
അതേപോലെ തന്നെ പരിഗണന എന്ന് പറയുന്നത്. പരിഗണനയുടെ വിഷയത്തിൽ ഞാൻ അധികം ഒന്നും ഉദാഹരണം പറഞ്ഞില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമെന്നാണ്. ഒരു പെൺകുട്ടി കയറി വരുമ്പോൾ എന്നിട്ട് നബിന്റെ സീറ്റിൽ പിടിച്ചിരുത്തും. ഇതതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് പെരുമാറിയിരുന്നത്. പിന്നെ കുറെ വലുതായി ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുമെന്നാണ്. പിന്നെ വലുതായപ്പോ ഫാത്തിമ റളിയല്ലാഹു നാണം. അപ്പൊ നബി സല്ലല്ലാഹു മാറി നടക്കാൻ നിൽക്കും. നബി സല്ലല്ലാഹു പിന്നാലെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും എന്നാണ്. ഇതൊക്കെയാണ് ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞാൽ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്, അവരോട് എത്ര ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വിലയുള്ള ഒരു മനുഷ്യനാണ് എന്ന് കുട്ടികൾക്ക് അപ്പോഴാണ് തോന്നുക. അങ്ങനെയുള്ള ഒരു കുട്ടി, അങ്ങനെയുള്ള ജീവിതാന്തരീക്ഷം, ഒരു വ്യക്തിത്വം നമ്മൾ വീടിനകത്ത് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ വിചാരിക്കുന്നത് ആ വഴി കുട്ടികൾ വരും എന്നുള്ളതാണ്. നമ്മുടെ പ്ലാനിനനുസരിച്ച് കുട്ടികൾ വരും. ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമ്മുടെ കുട്ടികളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം എന്നുണ്ട് എങ്കിൽ അവർക്ക് മാതൃകയായി, അവർക്ക് പിൻപറ്റാവുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടികളെ വളർത്തുന്നതിനെ സംബന്ധിച്ചല്ല, കുട്ടികൾ വളർത്തുന്നതിന് നമ്മൾ എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചാണ്. അതാണ് നമ്മൾ അടിവരയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ കുട്ടികളെ വളർത്തുന്നതിനെ സംബന്ധിച്ച് അല്ല ഞാൻ പറഞ്ഞത്, കുട്ടികളെ വളർത്തുന്നതിന് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചാണ്. ആ അർത്ഥത്തിൽ നല്ലൊരു ഉപ്പയായി, നല്ലൊരു ഉമ്മയായി, നല്ലൊരു വല്യപ്പയായി മാറാനൊക്കെ സാധിക്കുന്നുവെങ്കിൽ അവരുടെയൊക്കെ അമലുകളുടെ ഒരു ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാവരും കൂടി, നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടി സ്വർഗത്തിൽ എത്തുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു കാലവും ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.